ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ബ്രിക്സ് എന്ന് പറയുന്ന ഇക്കണോമിക് കോപ്പറേഷൻ അല്ലെങ്കിൽ ഇക്കണോമിക് ഗ്രൂപ്പാണ് ശരിക്കും. അത് ഇക്കണോമിക് ഗ്രൂപ്പ്, ഫിനാൻഷ്യൽ ഗ്രൂപ്പാണത്. അതൊരു സ്ട്രാറ്റജിക് ഗ്രൂപ്പല്ല. ഇപ്പം ക്വാഡിനെ പോലെ അല്ലെങ്കിൽ നേറ്റോയെ പോലെ അല്ലെങ്കിൽ വേറെ ഈ മിലിറ്ററി കൊളാബറേഷൻ ഉണ്ടല്ലോ രാജ്യങ്ങൾ തമ്മിലുള്ള ഗ്രൂപ്പ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പം ചൈനയുടെ അടിസ്ഥാനത്തിലുള്ള ഷാങ്ഹായ് സെക്യൂരിറ്റി കോപ്പറേഷൻ ഉണ്ട്. ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിരോധപരമായിട്ടുള്ള കാര്യങ്ങളിലല്ല ഏർപ്പെടുന്നത്, സാമ്പത്തിക ഫിനാൻഷ്യൽ മേഖലയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ആദ്യത്തെ ഒരു 5 ഫൗണ്ടിങ് മെമ്പേഴ്സിൽ ഒരാളാണല്ലോ, ഒരു രാജ്യമാണല്ലോ ഇന്ത്യ എന്ന് പറയുന്നതിൽ. ഈ ബ്രിക്സ് എന്ന് പറയുന്നത് അതിൽ ബി ബ്രസീല്, 6 പിന്നെ റഷ്യ, ഐ ഇന്ത്യ, സി ചൈന, എസ് സൗത്ത് ആഫ്രിക്കയാണ്. ഈ 5 രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ ഈ 5 രാജ്യങ്ങളാണ് ഇതിൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ്. ഇത് വളരെ വിചിത്രമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ത്യ, ചൈന തൊട്ടടുത്തുള്ള 2 രാജ്യങ്ങളാണ്, അയൽ രാജ്യങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 എക്കോണമീസാണ്. റഷ്യ ഒരു യൂറേഷ്യൻ രാജ്യമാണ്. ഏഷ്യ ആണെന്ന് ചോദിച്ചാൽ ഏഷ്യയിലാണ് റഷ്യ, യൂറോപ്പിലുണ്ടെന്ന് ചോദിച്ചാൽ യൂറോപ്പിലുണ്ട്. ബ്രസീൽ നമുക്കറിയാം സൗത്ത് അമേരിക്കയിലാണ്. അതുപോലെ സൗത്ത് ആഫ്രിക്ക ആഫ്രിക്കൻ കോണ്ടിനെന്റിലാണ്, അതായത് ആഫ്രിക്കൻ രാജ്യമാണ്. അപ്പം ഇനി ഇതിനെ റെപ്രസെന്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് റെപ്രസെൻറ്റേഷൻ കാണാത്ത ഏത് സ്ഥലമാണുള്ളത്? വെസ്റ്റേൺ യൂറോപ്പും അതുപോലെ തന്നെ നോർത്ത് അമേരിക്ക, ഈ 2 ഭാഗങ്ങളാണ് ശരിക്കും ഇതിനകത്തിൽ ഇതൊരു റെപ്രസെൻറ്റേഷൻ ഇല്ലാത്തല്ലേ. സൗത്ത് അമേരിക്കയായി യൂറോപ്പ്, ഏഷ്യ എന്ന് പറഞ്ഞ കോണ്ടിനെൻ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി റഷ്യ ഉണ്ട്, ഇന്ത്യ, ചൈന, ഏഷ്യ ഉണ്ട്, പിന്നെ സൗത്ത് ആഫ്രിക്ക ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ 5 രാജ്യങ്ങളാണ് ബ്രിക്സ് തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം ബ്രിക്സ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 25 രാജ്യങ്ങളോളം ബ്രിക്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി 2025 ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നു എന്നുള്ളൊരു വാർത്ത നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതിൽ പല രാജ്യങ്ങളുണ്ട്, മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കൻ കോണ്ടിനെന്റിലെയും, അർജന്റീന ഇതുപോലുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാൻ, ഇറാൻ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ബ്രിക്സിനകത്തിൽ മെമ്പർഷിപ്പിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. കാരണം ചില രാജ്യങ്ങളെ ബ്രിക്സ് തന്നെ ഇൻവൈറ്റ് ചെയ്യും, മറ്റു ചില രാജ്യങ്ങൾ അവർ നേരിട്ട് അവരുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 2023 സൗദി അറേബ്യ വാസ് ഇൻവൈറ്റഡ് ടു ജോയിൻ ബ്രിക്സ്. ബ്രിക്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ തന്നെ ഇന്ത്യനകത്തിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ന് പറയുന്നത്, നമ്മൾ അതിനകത്തിൽ ബ്രിക്സിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി സൗദി അറേബ്യ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ സൗദി അറേബ്യ ജോയിൻ ചെയ്തിട്ടില്ല. കാരണം നമുക്കറിയാം, അത് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗഹൃദ രാജ്യമാണ്, ഒരു പാർട്ട്ണറാണ് ശരിക്കും. സൗഹൃദ രാജ്യം എന്നതിലുപരി ഒരു പാർട്ട്ണറാണ് ശരിക്കും പറയുന്നത്. കാരണം അമേരിക്കയെ പിണക്കിക്കൊണ്ട് സൗദി അറേബ്യക്ക് ഒരു ഇതിലുള്ള പ്രോജക്റ്റുകളിലും ഏർപ്പെടാൻ സാധിക്കത്തില്ല. സൗദി അറേബ്യക്ക് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ ഇപ്പം UAE ആയാലും ശരി, അല്ലെങ്കിൽ അവരൊക്കെ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, ഇൻഡിവിജ്വലായിട്ട് അവർക്ക് വളരെ ക്ലോസ് റിലേഷൻസ് ഉണ്ട്. സൗദി അറേബ്യയും ചൈനയും തമ്മിലുള്ള റിലേഷൻസ്, സൗദി ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻ, സൗദിയും റഷ്യയും തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ UAE ചൈന, UAE ഇന്ത്യ, UAE റഷ്യ, ഇങ്ങനെയുള്ള ബന്ധങ്ങൾ വളരെ സ്ട്രോങ് ആണ്, സ്റ്റേബിളാണ്. പക്ഷേ ഇതുപോലുള്ള ബ്ലോക്സിൽ, ഇക്കണോമിക് ബ്ലോക്സിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗ്രൂപ്പിംഗ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇക്കണോമിക് ബ്ലോക്സ് എന്ന് കരുതിയാൽ മതി. ഇതിനകത്തിൽ ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ പെർമിഷനോ അപ്രൂവലോ, അല്ലെങ്കിൽ അമേരിക്കയെ പിണക്കിക്കൊണ്ട് ഒരിക്കലും ഇതുപോലുള്ള രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് സൗദി പോലെ, UAE പോലുള്ള രാജ്യങ്ങൾക്ക് ബ്രിക്സിനകത്തിൽ ജോയിൻ ചെയ്യാൻ സാധിക്കത്തില്ല. അവർക്ക് അവരുടെ താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് ബ്രിക്സിന് അങ്ങോട്ട് ഇൻവിറ്റേഷൻ അയക്കാനാണ് കുഴപ്പമില്ല. അപ്പോൾ അവർ തൽക്കാലം അത് നിർത്തിവെച്ചിരിക്കാം. കാരണം അമേരിക്കയുമായിട്ട് ഉള്ള നല്ല ബന്ധങ്ങൾ എല്ലാ രീതിയിലും, കാരണം നമുക്കറിയാം സൗദിയുടെയൊക്കെ മൊത്തം പ്രതിരോധപരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ അമേരിക്കയുടെ കൈകളിലാണ്. അപ്പം സൗദി അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും ഉലച്ചിൽ ഉണ്ടാക്കുവാൻ അവർ
നടപടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ആ ഒരു അറിയാമല്ലോ എങ്ങനെ അവർക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വലിയ സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനൊരു ആശങ്കയുണ്ട്, ഭീഷണി നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭയമുണ്ട്. അതിൻ്റെ അപ്പുറത്ത് അമേരിക്കയും സൗദിയും തമ്മിലുള്ള ഡീപ്പറായിട്ടുള്ള റിലേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും സൗദി ഏകപക്ഷീയമായിട്ട് യൂണിലാറ്ററലായിട്ട് ബ്രിക്സിനകത്തിൽ പ്രത്യേകിച്ച് അമേരിക്കയെ അമേരിക്കൻ ഡോളറിനെയൊക്കെ എതിർക്കുവാൻ വേണ്ടി പിന്നെ തത്രപ്പാട് കാണിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ശുഷ്കാന്തി കാണിക്കുന്ന ബ്രിക്സ് കൊളാബറേഷനിലെ ഒരു മെമ്പർ ആകുവാൻ സൗദി അത്ര പെട്ടെന്ന് തീരുമാനമെടുത്ത് അല്ലെങ്കിൽ എഗ്രി ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ബ്രിക്സിനകത്തിൽ ജോയിൻ ചെയ്യാൻ അവർക്ക് വലിയ താല്പര്യമില്ല. കാരണം അമേരിക്കയുടെ സപ്പോർട്ട് അവർക്ക് വളരെ അത്യാവശ്യമാണ് എല്ലാ രീതിയിലും, എല്ലാ തരത്തിലും. കാരണം സൗദി ഉപയോഗിക്കുന്ന മൊത്തം അമേരിക്കൻ ആയുധങ്ങളാണ്, ഉപകരണങ്ങളാണ്. സാമ്പത്തികമായിട്ടും മറ്റെല്ലാ രീതിയിലും സൗദിയുടെ ഓയിൽ ബിസിനസ്സിലും എല്ലാം തന്നെ ഏറ്റവും അധികം പങ്കാളിത്തവും സ്റ്റേക്ക് ഉള്ളൊരു രാജ്യമാണ് അമേരിക്ക, ബ്രിട്ടൻ അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും അവരെ പിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അനുകൂലമല്ലാത്തൊരു നിലപാടെടുത്തുകൊണ്ട് സൗദിക്ക് ബ്രിക്സ് പോലുള്ളൊരു ബ്ലോക്കിൽ ജോയിൻ ചെയ്യാൻ സാധിക്കത്തില്ല. സൗദിയുടെ 2030 വിഷൻ, വിഷൻ അല്ല മിഷൻ, മിഷൻ അത് പൂർത്തീകരിക്കണമെങ്കിൽ സൗദിക്ക് അമേരിക്കയുടെ പൂർണ്ണ സഹായം ഉണ്ടായേ പറ്റത്തുള്ളൂ. അപ്പം അമേരിക്കയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയുടെ പിന്നെ നിലനിൽപ്പ് തന്നെ അപകടത്തിലും ഭീഷണിയിലാകുന്ന ഒരു അവസ്ഥയിലാകും എന്നുള്ളത് സൗദിക്ക് നല്ല കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ട്രംപ് വന്നതിന് ശേഷം ട്രംപ് സൗദി രാജകുമാരനോട്, പ്രിൻസിനോട് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിൽ വൻതോതിൽ നിക്ഷേപം നടത്താൻ വേണ്ടി. അപ്പോൾ സൗദി അറേബ്യ $600 ബില്യൺ നിക്ഷേപം അമേരിക്കയിൽ നടത്താൻ വേണ്ടി അടുത്ത 4 വർഷം, ട്രംപ് വന്നതിന് ശേഷമാണ്. അപ്പോൾ ട്രംപ് ഏകദേശം $1 ട്രില്യൺ ഇൻവെസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സൗദി തൽക്കാലം 600 ബില്യൺ. അതിനിടയ്ക്ക് ബൈ ദ ബൈ UAEയും ഏകദേശം സമാനമായ ഒരു തുക അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളത് നമുക്ക് അടുത്ത കാലത്തെ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. എന്താ എൻ്റെ കൃത്യമായിട്ടുള്ള എമൗണ്ട് എത്താമെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം. UAE ഇൻവെസ്റ്റ് ഇൻ ദ US അടുത്ത സമയത്താണ് അതിനെക്കുറിച്ചുള്ള ഏകദേശം മാർച്ച് 23 കമ്മിറ്റ്സ് 1.4 ട്രില്യൺ ഏകദേശം ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. 1.4 ട്രില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് UAE അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിൽ തീർച്ചയായിട്ടും ഈ രാജ്യങ്ങൾ ബ്രിക്സിലെ മെമ്പർ ആകുമോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. അപ്പോൾ സൗദി അറേബ്യ ഏകദേശം $600 ബില്യൺ അവർ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് അടുത്ത 4 വർഷത്തിനുള്ളിൽ. അത് ചിലപ്പം തുക കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള വ്യാപാരങ്ങളും മറ്റു രീതിയിലുള്ള ബിസിനസ് ബന്ധങ്ങളൊക്കെ തന്നെ വ്യാപിക്കുക. കാരണം ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, കാരണം ട്രംപിൻ്റെ ഇപ്പോഴത്തെ നയം അത് തന്നെയാണല്ലോ, ചൈനയെ കൂടുതൽ നിരാശപ്പെടുത്തി ഉള്ള ബിസിനസ് എല്ലാം അമേരിക്കയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു നയത്തിൻ്റെ അല്ലെങ്കിൽ തന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ടാരിഫ് വാറൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് സൗദി പോലുള്ള രാജ്യങ്ങളെ, UAE പോലുള്ള രാജ്യങ്ങളെ അമേരിക്കയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. കാരണം $600 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ തുകയൊന്നുമില്ല. അതുപോലെ $1.4 ട്രില്യൺ UAEയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒട്ടും ചെറിയ എമൗണ്ട് ഒന്നുമില്ല. അത് അമേരിക്ക തീർച്ചയായിട്ടും കൂടുതൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ എക്കോണമി മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടിയാണ് എങ്കിൽ തന്നെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന രാജ്യത്തായിരിക്കും കൂടുതൽ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള മെച്ചങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം സൗദിയിലും അമേരിക്കയിലും അല്ലെങ്കിൽ സൗദിക്കും അമേരിക്കയും ഇത് പഴയതിനേക്കാളും കൂടുതൽ മെച്ചപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള മേന്മ ഉണ്ടാക്കി കൊടുക്കുവാൻ സാധ്യതയുള്ളതാണ് ഈ $600 ബില്യൺ ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ് സൗദി പ്രിൻസ് MBS മുഹമ്മദ് ബിൻ സൽമാൻ പറയുന്നത്. അപ്പോൾ ഈ $600 ബില്യൺ ഏതൊക്കെ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവില്ല. പ്രൈവറ്റ് സെക്ടറിലാണോ പബ്ലിക് സെക്ടറിലാണോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും, എവിടെ ഈ പണം നിക്ഷേപിക്കും, എങ്ങനെ നിക്ഷേപിക്കും, ഏതൊക്കെ സെക്ടറിലായിരിക്കും, IT സെക്ടറിലാണോ, ഓട്ടോമൊബൈൽ സെക്ടറിലാണോ, റിയൽ എസ്റ്റേറ്റിലാണോ, ഒന്നും ഇതുവരെ കൃത്യമായി അറിയത്തില്ല. പക്ഷേ $600 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രിക്സ് എല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ല. പക്ഷേ ബ്രിക്സിന്
സൗദി അറേബ്യയും UAE ഒക്കെ കൂടെ കൂട്ടിയാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ സ്വാധീനത്തെ തകർക്കുവാൻ കഴിയാമെങ്കിൽ തീർച്ചയായിട്ടും ബ്രിക്സ് കൺട്രികളൊക്കെ, പ്രത്യേകിച്ച് റഷ്യക്കും ചൈനയ്ക്കും, കാരണം ഇന്ത്യക്കതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഇന്ത്യക്ക് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ അമേരിക്കയുടെ സ്വാധീനം അല്ലെങ്കിൽ അപ്രമാദിത്യം ഇല്ലാതാക്കിയിട്ടോ അല്ലെങ്കിൽ തകർത്തിട്ടോ ഒന്നും പ്രത്യേകിച്ച് വലിയ നേട്ടങ്ങളൊന്നുമില്ല. പക്ഷേ റഷ്യക്കും ചൈനയ്ക്കും അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഈ പറഞ്ഞ ഡോമിനൻസ്, അപ്രമാദിത്യം അല്ലെങ്കിൽ ഹെജിമോണിയൊക്കെ തകർത്താൽ അവർക്ക് കിട്ടുന്നത് ആ ഒരു സ്പേസിലേക്ക് ചൈനയ്ക്കും റഷ്യയ്ക്കും, പ്രത്യേകിച്ച് ചൈനയ്ക്ക് ഇടിച്ചു കയറാൻ സാധിക്കും എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു രാജ്യമായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യങ്ങളായിട്ടുള്ള UAEയും സൗദിയൊക്കെ ബ്രിക്സ് ക്ഷണിച്ചിരിക്കുന്നത്. ബ്രിക്സ് പറഞ്ഞാൽ പ്രത്യേകിച്ച് ചൈനയുടെ താല്പര്യത്തിൻ്റെ, റഷ്യയുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം ബ്രസീലിനെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല, സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല, ഇന്ത്യയെ സംബന്ധിച്ചും അത്ര വലിയ വിഷയമല്ല. അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ ഡോമിനൻ്റ് ആണോ ഇല്ല എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വിഷയമല്ല, കാരണം ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അത് പ്രശ്നം ചൈനയ്ക്കും റഷ്യയ്ക്കുമാണ്. കാരണം അമേരിക്കയ്ക്ക് നഷ്ടമാകുന്ന സ്വാധീന മേഖലകൾ സ്വായത്തമാക്കുവാൻ അല്ലെങ്കിൽ കൈയടക്കാൻ ചൈനയ്ക്കും റഷ്യയ്ക്കുമാണ് താല്പര്യം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് കൂടുതൽ താല്പര്യം ചൈനയ്ക്കും റഷ്യയ്ക്കുമാണ് സൗദി പോലുള്ള രാജ്യത്തെ ബ്രിക്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷേ സൗദി തൽക്കാലം നോ പറഞ്ഞു നിൽക്കുകയാണെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഈ $600 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് സൗദി നടത്താൻ പോകുന്നതിൻ്റെ പ്രധാന കാരണം, അപ്പോൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫലവത്തായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൗദിക്ക് പിന്നെ അമേരിക്കയിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് പോകാനോ ഒരു ലോങ് ടൈമിൽ, കാരണം നമുക്കറിയാം, നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടൈമിലേക്കല്ല, 10, 25, 30 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. പിന്നെ അതിലോട്ടൊന്ന് തിരിഞ്ഞോട്ടുണ്ടാകും സാധ്യത. അപ്പോൾ ഇത്രയും $1 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്കയിൽ നടത്തുന്ന സൗദിക്ക് ബ്രിക്സിൽ മെമ്പറാകുവാൻ ഒട്ടും തന്നെ താല്പര്യം ഉണ്ടാകത്തില്ല. അപ്പം ട്രംപിൻ്റെ ഭാഗത്തുനിന്ന്, അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രഷർ ടാക്ടിക്സ് ചിലപ്പോൾ കാണും, തീർച്ചയായിട്ടും മനസ്സിലാക്കുക. കാരണം ട്രംപ് ഓൾറെഡി പറഞ്ഞിട്ടാണ്, ബാർഗെയിൻ ചെയ്തിട്ടാണ്. ട്രംപ് പറഞ്ഞത് പോരാ, $1 ട്രില്യൺ സൗദി ഇൻവെസ്റ്റ് ചെയ്യണം, സൗദിയുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്, അവിടെ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൗദി $600 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ബ്രിക്സുമായിട്ട് അല്ലെങ്കിൽ ബ്രിക്സിന് കൈ കൊടുക്കുന്നതിന് പകരം സൗദി ചെയ്ത ഒരു പരിപാടിയാണിത്. അപ്പോൾ അതുകൊണ്ട് ബ്രിക്സിന് ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ UAE ഈ പറഞ്ഞ പോലെ തന്നെ ഒരു $1.4 ട്രില്യൺ അല്ലേ, $1.4 ട്രില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി UAE തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും UAE ഈ പറഞ്ഞ ബ്രിക്സിനകത്തിൽ ജോയിൻ ചെയ്യാൻ വലിയ താല്പര്യം കാണിക്കുവാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ 2017 ട്രംപ് ഈ സൗദി അറേബ്യയിൽ ഒരു വിസിറ്റ് നടത്തിയായിരുന്നു, നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും അതുപോലെ. അപ്പോൾ അന്ന് ഏകദേശം $450 വില വരുന്ന സാധനങ്ങൾ, അമേരിക്കൻ സാധനങ്ങൾ സൗദി അറേബ്യ മേടിക്കാം എന്ന് സമ്മതിച്ചിരുന്നെന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം, കാരണം ട്രംപിനെ സംബന്ധിച്ച് നമുക്കറിയാം, പുള്ളി ഒരു ഹാർഡ് ബാർഗെയിനറാണ്, ഹാർഡ് നെഗോഷിയേറ്ററാണ്. ഏത് രാജ്യത്തിലെ തലവൻ ആയിട്ടുള്ള ചർച്ചയിലും സംഭാഷണത്തിലും ഒക്കെ തന്നെ ക്യാമറയുടെ മുമ്പിൽ വെച്ച് തന്നെ പുള്ളി ബ്ലണ്ടായിട്ട്, ഓപ്പണായിട്ട് പറയുന്ന ഒരു കാഴ്ച നമ്മൾ എപ്പോഴും കാണുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് ഇപ്രാവശ്യവും സൗദി അറേബ്യയായിട്ട് ഈ ഒരു ബാർഗെയിൻ നടത്തി, നെഗോസിയേഷൻ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൗദി അറേബ്യ $600 ബില്യൺ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് സമ്മതിക്കുകയും ആ സമ്മതിച്ചതിൻ്റെ ഫലമായിട്ട് ബ്രിക്സിൽ ജോയിൻ ചെയ്യുക എന്നുള്ള ആ ഒരു സാധ്യതയ്ക്കിപ്പം അങ്ങനെ ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും റഷ്യയ്ക്കും ചൈനയ്ക്കും, പ്രത്യേകിച്ച് ചൈനയ്ക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈ 5 രാജ്യങ്ങളിൽ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത് റഷ്യയ്ക്കും ചൈനയ്ക്കുമാണ്. അതിലൊരുപടി ചൈനയ്ക്കായിരിക്കും ആകുലതയുള്ളത്. കാരണം അമേരിക്കയുടെ അവിടുത്തെ സർവാധിപത്യത്തിൻ്റെ വെളിച്ചത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളതും വ്യാകുലപ്പെടുന്നതും ചൈനയായിരിക്കും. അപ്പം സൗദിയെപ്പോലെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും സുപ്രധാനമായിട്ടൊരു ആ ശക്തിയെ അടർത്തി മാറ്റി ബ്രിക്സിൽ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയും സൗദിയും തമ്മിലുള്ള ബന്ധത്തിന് വലിയൊരു തിരിച്ചടിയും, അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള അപ്രമാദത്തിന് വലിയൊരു വീഴ്ചയും സംഭവിക്കാം, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കണം എന്നൊരു ലക്ഷ്യത്തിലൂടെയാണ് സൗദി അറേബ്യയെ
ബ്രിക്സിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്ത്യക്കതിനകത്ത് വലിയ അത് സൗദി അറേബ്യ ബ്രിക്സിൽ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള ഡോമിനൻസിനെ ഒന്നും ഇന്ത്യ ഇപ്പോൾ ഏതായാലും ചലഞ്ച് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇന്ത്യക്ക് അതൊരു ഇപ്പോൾ നമ്മുടെ സബ്ജക്ട് മാറ്റർ അല്ല അത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ 5 മെമ്പേഴ്സിൽ ശരിക്കും പറഞ്ഞാൽ റഷ്യയ്ക്കും ചൈനയ്ക്കും മാത്രമാണ് അതിൽ താല്പര്യമുള്ളത്. അമേരിക്കയുടെ ഡോമിനൻസ് സ്വാധീനം മിഡിൽ ഈസ്റ്റിലുള്ളത് കുറയ്ക്കുക. അപ്പോൾ കുറയ്ക്കണമെങ്കിൽ അമേരിക്കയുമായിട്ട് ഏറ്റവും അടുത്ത രാജ്യങ്ങളെ തീർച്ചയായിട്ടും അവരുടെ ബ്ലോക്സിലേക്ക് കൊണ്ടുവരും. അവരുടെ ചൈനയും റഷ്യയും നേതൃത്വം കൊടുക്കുന്ന ഇക്കണോമിക് ബ്ലോക്കോ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ബ്ലോക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന മറ്റ് തരത്തിലുള്ള ബ്ലോക്കുകളുമ്പോഴും ആ ഗ്രൂപ്പ് ഓഫ് നേഷൻസ്, ഇപ്പോൾ ക്വാഡ് പോലുള്ള ഇവിടുത്തെ ഷാങ്ഹായ് സെക്യൂരിറ്റി കോർപ്പറേഷൻ പോലുള്ള ഈ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രാറ്റജിക് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്സിലേക്ക് ഇതുപോലുള്ള അമേരിക്കയുടെ ആഭിമുഖ്യത്തിലുള്ള അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് താല്പര്യം കാണിക്കുന്ന രാജ്യങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ചൈനയുടെയും റഷ്യയുടെയും താല്പര്യം. ഇന്ത്യക്കോ ബ്രസീലിനോ സൗത്ത് ആഫ്രിക്കയ്ക്കോ ഇനി അതിൽ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് റഷ്യയുടെയും ചൈനയുടെയും മാത്രം താല്പര്യമാണ്. പക്ഷേ സൗദി നോ പറഞ്ഞത് ഈ $600 ബില്യൺ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ തൽക്കാലം റഷ്യയുടെയും ചൈനയുടെയും ആ പദ്ധതിക്ക് ഒരു മങ്ങൽ ഏൽക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കിനകത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ എന്നിരുന്നാലും മറ്റു പല രാജ്യങ്ങളും, ഇപ്പോൾ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, പിന്നെ ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നിന്ന് കോങ്കോ മുതലായിട്ടുള്ള പല രാജ്യങ്ങൾ, പിന്നെ നമ്മളുടെ ഏഷ്യ പസഫിക്കിൽ നിന്നുള്ള പല രാജ്യങ്ങളൊക്കെ തന്നെ ബ്രിക്സിനകത്തിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി, പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ട് വ്യാപാരത്തിൽ ഏർപ്പെട്ടിട്ടും അമേരിക്കയുടെ സാങ്ഷൻസിനെ, അതായത് ഉപരോധങ്ങളെ ഭയക്കുകയോ അല്ലെങ്കിൽ ഉപരോധങ്ങളെ നേരിടുകയോ ചെയ്യുന്ന രാജ്യങ്ങളാണ് കൂടുതലും ഈ ഒരു ബ്ലോക്കിലേക്ക് അംഗം ആയി വരുവാൻ താല്പര്യം കാണിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ബ്രിക്സ് കറൻസി ഉണ്ടാക്കുന്നതിൽ നിന്നും ഇന്ത്യ പിന്മാറിയിട്ടുണ്ട്. ഇന്ത്യ നോ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴെങ്കിലും ഡോളറിനോട് നോ പറയത്തില്ല, ബ്രിക്സ് കറൻസിയിൽ നോ പറഞ്ഞിട്ടുണ്ട്, ഒഫീഷ്യലായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അതിൻ്റെയും കൂടെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കാം നമുക്ക് ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഈ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ ബ്രിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചൈനയ്ക്കും റഷ്യയ്ക്കും ഒപ്പം നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് പോലും നമ്മൾ അമേരിക്കയുടെ കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിൽ അതൊരു കോൺട്രാഡിക്ഷനാണ്, ഒരു വൈരുദ്ധ്യം കാണപ്പെടുന്നതല്ല. ഒരുപക്ഷെ ലോകത്ത് ഇന്ത്യയെപ്പോലൊരു രാജ്യം മാത്രമേ ഈ രണ്ട് വള്ളത്തിലും നമ്മൾ തമാശയ്ക്ക് പറയുന്നത് ഇരു ചേരികളിലും ഒരേപോലെ താല്പര്യം കാണിക്കുന്ന, ഇപ്പോൾ പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചേരിയിൽ ഇങ്ങ് നിൽക്കത്തേ ഉള്ളൂ. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയോടും ബന്ധമുണ്ട്, ചൈനയായിട്ടും വലിയ കുഴപ്പമില്ലാതൊക്കെ ബന്ധപ്പെട്ടു പോകുന്നു, അമേരിക്കയായിട്ട് ഭയങ്കര ബന്ധങ്ങളാണ്, ഇസ്രായേലായിട്ട് ബന്ധം, ഇറാനുമായിട്ട് ബന്ധം, സൗദി അറേബ്യ, UAE പറഞ്ഞ രാജ്യങ്ങളുമായിട്ടെല്ലാം ബന്ധങ്ങൾ. മറ്റ് രാജ്യങ്ങൾ അവരെ നിൽക്കുന്ന ബ്ലോക്കിനകത്തിൽ അവർ നിൽക്കത്തില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇന്ത്യയാണ് ഇങ്ങനെ ഇന്ത്യയുടെ സമീപനത്തിലും അല്ലെങ്കിൽ നയപരിപാടികളിലാണ് നമുക്കെപ്പോഴും ഈ വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇന്ത്യയുടെ ഡോളറിനെ ഡിച്ച് ചെയ്യത്തില്ലെന്ന് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ തന്നെ ഒരു കോൺഫറൻസിൽ ഒരു പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ബ്രിക്സിലെ പ്രധാനപ്പെട്ട ഒരു മെമ്പറായിട്ട് നിൽക്കുകയും അമേരിക്കയ്ക്കൊപ്പം വളരെ അല്ലെങ്കിൽ അമേരിക്കയായിട്ടുള്ള ബന്ധം നമ്മൾ കൂടുതൽ ആഴത്തിലാക്കുകയും കൂടുതൽ ദൃഢമാക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച ചൈനയെ കുറച്ചൊന്നുമല്ല ഇറിറ്റേറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ട്രംപിൻ്റെ ടാരിഫ് വാറിൻ്റെ അല്ലെങ്കിൽ ട്രേഡ് വാറിൻ്റെ അടിസ്ഥാനത്തിൽ വെളിച്ചത്തിൽ അതിൻ്റെ സാധ്യതകളെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുവാനും ചൂഷണം ചെയ്യുവാനും സാധ്യത ഉള്ള അല്ലെങ്കിൽ അവസരമുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു തിരിച്ചറിവ് ചൈനയ്ക്ക് ഉള്ളത് കൊണ്ടും ചൈന മാക്സിമം ഇന്ത്യയുടെ വളർച്ചയെ ഏതെല്ലാം വിധേന തടയുവാൻ സാധിക്കുമോ ആ രീതിയിലെല്ലാം തടയും. കാരണം ബലൂചിസ്ഥാനിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഇന്ത്യയാണ് ഉണ്ടാക്കുന്നതാണ് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും വാദഗതി. കൃത്യമായിട്ട് തെളിവുകളൊന്നും അവർക്ക് നിരത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ അവരുടെ വാദഗതി ഇന്ത്യയാണ് ബലൂചിസ്ഥാനിൽ അതുപോലെ പാകിസ്ഥാൻ്റെ മറ്റ് ഈ ഖൈബർ പഖ്തൂൺഖ്വ ഇതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ സിന്ധിലൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു വാദഗതി ആരോപണം പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഭാഗത്തുണ്ട്. അവരുടെ സിപെക്, ബലൂചിസ്ഥാനിലെ സിപെക്കും ഗദ്വാറുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഇക്കണോമിക് കോറിഡോറിലെല്ലാം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ആം ചെയ്യുകയും ഫണ്ട് ചെയ്യുകയും അവിടെ ഉണ്ടാകുന്ന എല്ലാ കലാപത്തിനും കാരണം ഇന്ത്യ ആണെന്നുള്ളതാണ് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ആരോപണവും വാദഗതിയും.
അപ്പോൾ അതിന് തടയിടുക അല്ലെങ്കിൽ അതിന് ബദലായിട്ടാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഈ കണ്ട തീവ്രവാദി ആക്രമണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. പാകിസ്ഥാനാണ് അത് ചെയ്തതെങ്കിലും ചെയ്യിപ്പിച്ചതെങ്കിലും അതിൻ്റെ ഏറ്റവും പിന്നാമ്പുറത്തിരുന്ന അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ചൈനയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും. അതിന് കാരണം ചൈനയ്ക്ക് ബദലായ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ വളരുവാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് മാത്രമാണ് എന്നുള്ളൊരു വസ്തുതയും നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിനകത്തിലെ ഈ ബ്രിക്സിനകത്തിൽ വരാൻ താല്പര്യപ്പെടുന്ന രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു സൗദി അറേബ്യ, അതുപോലെ UAE എന്ന് പറയുന്നത്. അതായത് നമ്മുടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നമ്മൾ ദുബായ് അബുദാബി ഒക്കെ ഉൾപ്പെടുന്ന എമിറേറ്റ്സ്. അപ്പോൾ സൗദി ഇപ്പോൾ നോ പറഞ്ഞു ഈ $600 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ്. UAE അതുപോലെ തന്നെ ഏകദേശം $1.4 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്കയിൽ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യാം. അത് മാർച്ച് 21 ഏകദേശം മാർച്ച് 21 സംഭവിച്ച അല്ലെങ്കിൽ ആ ഒരു സമയത്തുണ്ടായ ഒരു ഡെവലപ്മെൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE will invest $1.4 trillion in US ആഫ്റ്റർ ട്രംപ് മീറ്റിംഗ്. അപ്പോൾ അതെല്ലാം അതിൻ്റെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ തൽക്കാലം നമ്മൾ സൗദി അറേബ്യയുടെ ഒരു സ്റ്റാൻഡ് ഇതാണ്. സൗദി അറേബ്യ ബ്രിക്സിനോട് നോ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുവാനും അല്ലെങ്കിൽ വ്യാപിപ്പിക്കുവാനും സൗദി അറേബ്യ തീരുമാനിച്ചതോടുകൂടി ചൈനയുടെയും റഷ്യയുടെയും താല്പര്യങ്ങൾക്ക് തൽക്കാലം ഒരു മങ്ങലേറ്റിരിക്കുന്ന, പ്രത്യേകിച്ച് ചൈനയുടെ ഒരു ലക്ഷ്യം, അതായത് സൗദി അറേബ്യ പോലുള്ള ഒരു പ്രധാനപ്പെട്ട രാജ്യത്തെ അമേരിക്കയുടെ ഓർബിറ്റിൽ നിന്നും അടർത്തി മാറ്റി ചൈനയുടെ പക്ഷത്താക്കുക അല്ലെങ്കിൽ ചൈന നേതൃത്വം കൊടുക്കുന്ന ഒരു ബ്ലോക്കിലേക്ക് ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള ഡോമിനൻസിനെ തകർക്കുവാനും ഇല്ലാതാക്കാനും ന്യൂട്രലൈസ് ചെയ്യാനും കഴിയും എന്നുള്ളൊരു വ്യാമോഹത്തോടുകൂടിയാണ് സൗദി അറേബ്യ ഇൻവൈറ്റ് ചെയ്തത്. പക്ഷേ സൗദി അറേബ്യ സമ്മതിച്ചില്ല. ഇതുവരെ സൗദി അറേബ്യ നോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. അപ്പം മറ്റൊരു പ്രധാന ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.